വാണിജ്യ സിലിണ്ടറുകളുടെ വില വർദ്ധിച്ചതോടുകൂടി അടച്ചുപൂട്ടലിന്റെ വക്കിലാണ് ഹോട്ടലുകൾ. വിഭവങ്ങളുടെ വില വർദ്ധിപ്പിച്ചും എണ്ണം വെട്ടിക്കുറച്ചും ഇനിയും പിടിച്ചു നിൽക്കാനാകില്ലെന്നാണ് ഹോട്ടൽ ഉടമകൾ പറയുന്നത്. ഈ മാസം 6-ന് കടകളടച്ച് സമരത്തിനൊരുങ്ങുകയാണ് ഹോട്ടൽ ബേക്കറി ഉടമകളുടെ സംഘടനകൾ. ഇപ്പോൾ 50 രൂപയുണ്ട്. ഇവിടുന്ന് ഒരു 3 ദോശ, ഒരു വട, ഒരു ചായ കഴിക്കാമെന്ന് പറഞ്ഞ് വരുന്നവർക്ക് ഇനിയിപ്പോൾ അത് പറ്റത്തില്ല. 75 രൂപ വേണം. കാരണം നമുക്ക് ഈ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. പൈസ കൂട്ടുമ്പോൾ നമുക്ക് വിഷമാണ്. ഇപ്പോൾ കസ്റ്റമർ നമുക്ക് കുറഞ്ഞു പോകുമോ എന്നുള്ളൊരു ചിന്ത. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ ബുദ്ധിമുട്ടാണ്. നമ്മുടെ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ വേറെ സാധാരണക്കാർ, അവരുടെ പരിധി കൂടുതൽ പൈസ വാങ്ങിക്കാൻ നോക്കൂ. അങ്ങനെ വാങ്ങിക്കാനൊക്കത്തില്ല. ഗ്യാസ് കിട്ടാനില്ലാത്ത പ്രതിസന്ധി ഉണ്ടായപ്പോൾ നമ്മുടെ നാട്ടിലെ തട്ടുകടകൾ അടക്കം അടച്ചുപൂട്ടി. കൂടുതൽ ആഘാതം ഉണ്ടാവുന്ന തരത്തിലാണ് ഇപ്പോൾ വാണിജ്യ സിലിണ്ടറിന് ഒരു സിലിണ്ടറിന് മേൽ 1000 രൂപയുടെ വില വർധനവ് അടിച്ചേൽപ്പിക്കപ്പെട്ടത്. ഈ വില വർധനവ് അടിയന്തരമായി പിൻവലിക്കണം എന്നതാണ് വ്യാപാരി വ്യവസായ സമിതിയും ഹോട്ടൽ ആൻഡ് ബേക്കേഴ്സ് സമിതിയും ഇന്ന് രാജ്യത്തെ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത്. ഈ മാസം 6-ാം തീയതി കേരളത്തിലെ മുഴുവൻ ഹോട്ടലുകളും ഭക്ഷണം വിതരണം ചെയ്യുന്ന മുഴുവൻ ബേക്കറികളും റെസ്റ്റോറന്റുകളും പൂർണ്ണമായും അടച്ചിട്ടുകൊണ്ട് കേരളത്തിൽ പ്രതിഷേധ സൂചകമായിട്ടുള്ള സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഷബാസ് അഹമ്മദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഷബാസ്, വലിയ ബുദ്ധിമുട്ടിലേക്കാണ് പോകുന്നത്. ഇനിയിപ്പോൾ വാണിജ്യ സിലിണ്ടറിന് പുറമെ പെട്രോളിന്റെയും ഡീസലിന്റെയും ഒക്കെ വില കൂടുമ്പോൾ കുറച്ചുകൂടി ജീവിതം ബുദ്ധിമുട്ടായി തീരും. ഹോട്ടൽ റെസ്റ്റോറന്റ് ഉടമകൾക്ക് ഈ നിരക്കിൽ ചായയും വടയും പൊറോട്ടയും ഒന്നും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണോ? ഡോക്ടർ അരുൺകുമാർ, വാണിജ്യ സിലിണ്ടറിന്റെ വില ക്രമാതീതമായി ഉയരുമ്പോൾ വിഭവങ്ങളുടെ വില കൂടി വർദ്ധിപ്പിക്കാതെ രക്ഷയില്ല എന്ന അവസ്ഥയിലാണ് ഹോട്ടൽ ഉടമകളുള്ളത്. കഴിഞ്ഞ 5 മാസത്തിനിടെ 1500 രൂപയോളമാണ് വാണിജ്യ സിലിണ്ടറിന് വില വർദ്ധിപ്പിച്ചത്. ആ ഘട്ടങ്ങളിലൊന്നും അതിന് ആനുപാതികമായിക്കൊണ്ട് വിഭവങ്ങളുടെ വില ഹോട്ടലുകൾ വർദ്ധിപ്പിച്ചിരുന്നില്ല. എന്നാൽ ഈ ഘട്ടത്തിൽ വില വർദ്ധിപ്പിക്കുമെന്ന് തന്നെയാണ് ഹോട്ടൽ ഉടമകൾ അറിയിക്കുന്നത്. വാണിജ്യ സിലിണ്ടറിന് ക്രമാതീതമായി വില കുതിച്ചുയരുന്നതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. അതിന്റെ ഭാഗമായി മെയ് 6-ന് കടകൾ അടച്ച് പ്രതിഷേധിക്കാൻ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനും ഹോട്ടൽ ആൻഡ് ബേക്കേഴ്സ് അസോസിയേഷനും വ്യാപാരി വ്യവസായി സമിതിയും ഒക്കെ തീരുമാനിച്ചിട്ടുണ്ട്. പ്രതിഷേധങ്ങൾ കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി പെട്രോളിയം കമ്പനികളുടെ ആസ്ഥാനങ്ങളിലേക്ക് മാർച്ച് നടത്താനും വിവിധ സംഘടനകൾ ഈ ഘട്ടത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. വാണിജ്യ സിലിണ്ടറിന് വില വർദ്ധിപ്പിച്ചതിന് പിന്നാലെ പെട്രോൾ ഡീസൽ വില കൂടി വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ കട അടച്ചിടാതെ മറ്റു രക്ഷയില്ല എന്നാണ് ഹോട്ടൽ ഉടമകൾ പറയുന്നത്. ഇപ്പോൾ തന്നെ നഗര കേന്ദ്രങ്ങളിലെ ഭൂരിഭാഗം തട്ടുകടകളും അടഞ്ഞ അവസ്ഥയിലാണ്. ആകെ പ്രവർത്തിക്കുന്നത് 30% ഹോട്ടലുകൾ മാത്രമാണ്. ആ പ്രവർത്തിക്കുന്ന ഹോട്ടലുകളാകട്ടെ സമയം നിയന്ത്രിച്ചും വിഭവങ്ങളുടെ എണ്ണത്തിൽ നിയന്ത്രണം വരുത്തിയും ഒക്കെയാണ് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ വിവിധ ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് തന്നെയാണ് ഹോട്ടൽ ഉടമകൾ നിലവിൽ ആവശ്യപ്പെടുന്നത്. ഒന്നുകിൽ ഈ വിലയ്ക്ക് ആനുപാതികമായിക്കൊണ്ട് സബ്സിഡി അനുവദിക്കണം, അല്ലെങ്കിൽ വില കുറയ്ക്കണമെന്ന ആവശ്യം തന്നെയാണ് വിവിധ ഹോട്ടൽ ഉടമകളുടെ സംഘടനകൾ ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നത്. താങ്ക് യു ഷബാസാണ് വിവരങ്ങൾ നൽകിയത്. ഒരാഴ്ചയ്ക്കകം